എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാൻ 14, 12 മുതൽ 15 വരെ. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും. നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ഒരു ദൈവ പൈതലിൻ്റെ കർമ്മോത്സുകതയെക്കുറിച്ചാണ് ഈ വേദഭാഗത്ത് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത്. കഴിഞ്ഞ ധ്യാനത്തിൽ നമ്മൾ ഓർത്തതുപോലെ കലുഷിതവും കലങ്ങിയതുമായ ശിഷ്യരുടെ ഹൃദയങ്ങളെ താൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നതിൻ്റെ പ്രയോജനങ്ങൾ ഓർമ്മിപ്പിച്ച് യേശു തമ്പുരാൻ സാന്ത്വനപ്പെടുത്തി. യേശുവിൻ്റെ സാന്ത്വനം കേവലം ഉപരിപ്ലവകരവും വൈകാരികവും ആയിരുന്നില്ല. പിന്നെയോ ശാരീരികമായി അവരുടെ അടുത്തില്ലാതെ ഇരിക്കുമ്പോഴും യേശുവിനോടുള്ള അവരുടെ കൂട്ടായ്മ ആത്മാവിൽ നിലനിർത്തുന്നതിലൂടെയും ബലം പ്രാപിക്കുന്നതിലൂടെയും ഒരു കർമ്മോത്സുകത പ്രകടമാക്കാൻ ശിഷ്യർക്ക് സാധ്യമാകും. കർത്താവ് ചെയ്തവയേക്കാൾ വലിയ കാര്യങ്ങൾ തൻ്റെ ശിഷ്യർ ചെയ്യാൻ പോകുന്നതിൻ്റെ സാധ്യത യേശു അവരെ ഓർമ്മിപ്പിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിച്ചതുപോലെയുള്ള അത്ഭുതങ്ങൾ യേശു ചെയ്തതിനേക്കാൾ കൂടുതലായി തങ്ങൾ ചെയ്യുമെന്നൊന്നും ഉള്ള ചിന്തകൾ അവർക്കുണ്ടായിരിക്കണമെന്നില്ല. യേശു ഉദ്ദേശിച്ചത് അത് ദൈവിക അധികാരത്തിൽ മാത്രമുള്ള കാര്യങ്ങൾ ആണ്. ആർക്കും സ്വയം ദൈവമാകാൻ കഴിയുമില്ല. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ സ്നേഹ സന്ദേശത്താൽ പ്രചോദനം സ്വീകരിച്ചവർ രോഗങ്ങളെയും മരണത്തെയും കീഴടക്കുന്നതിന് നടത്തിയ അത്ഭുത പരിശ്രമങ്ങൾ എത്രയോ വലിയവയാണ് എന്ന് ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മറ്റൊന്ന്, ദുഃഖിച്ചുകൊണ്ടിരുന്ന ശിഷ്യർക്ക് കർത്താവ് നൽകിയ മറ്റൊരു വാഗ്ദത്തം താൻ പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകുന്നതിനാൽ അവരുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കും എന്നതാണ്. യേശുവിൻ്റെ നാമത്തിൽ കഴിക്കുന്ന പ്രാർത്ഥനകൾക്കാണ് മറുപടി എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. നാമം എന്നത് ഒരാളത്വത്തിൻ്റെ സൂചകമാണ്. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക എന്നാൽ യേശു വിഭാവന ചെയ്യുന്ന ദൈവരാജ്യ ക്രമീകരണങ്ങളോടും കാര്യക്രമങ്ങളോടും ഏകീഭവിച്ച് പ്രാർത്ഥിക്കുക എന്നാണ് അർത്ഥം. സ്വാർത്ഥതയുടെയും ദുരാഗ്രഹത്തിൻ്റെയും പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കുന്നത് കൊണ്ട് പുത്രൻ മുഖാന്തരം പിതാവ് മഹത്വീകരിക്കപ്പെടും. അതുകൊണ്ട് പ്രാർത്ഥനകൾക്ക് പിതാവിൽ നിന്നും മറുപടി ലഭിക്കും എന്ന ഉറപ്പ് കർത്താവ് തൻ്റെ ശിഷ്യരെ ഓർമ്മിപ്പിക്കുന്നു. മൂന്നാമത്, ശിഷ്യർക്ക് യേശുവിനോടുള്ള സ്നേഹം പ്രകടമാകുന്നത് കർത്താവിൻ്റെ കൽപ്പനകളോട് അവർ അനുസരണം കാട്ടുമ്പോഴാണ്. മരണപര്യന്തം അനുസരണമുള്ളവനായിരുന്നത് കൊണ്ടാണ് യേശു തൻ്റെ പിതാവിനോടുള്ള സ്നേഹം വ്യക്തമാക്കിയത്. യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നത് വഴി ദൈവരാജ്യ മൂല്യങ്ങൾക്ക് അനുസൃതമായ ജീവിതം ശിഷ്യർ നയിക്കും. യേശുവിൽ കൂടി തങ്ങൾക്ക് ലഭിക്കുന്ന പദവികൾക്കും അനുഗ്രഹങ്ങൾക്കും ശിഷ്യർ സ്തോത്രാർപ്പണവും കൃതജ്ഞതയും അർപ്പിക്കുന്നത് ധാർമ്മിക വിശുദ്ധിയുള്ള ജീവിതത്തിലൂടെയാണ്. തങ്ങളിലുള്ള ദൈവിക സ്വാധീനത്തിൻ്റെയും ചിന്തയുടെയും പ്രതിഫലനമാണ് ഒരാളിൻ്റെ ധാർമ്മിക വിശുദ്ധിയുള്ള ജീവിതം. നന്മ ചെയ്യുന്നതിലൂടെ ദൈവത്തെ സ്വാധീനിച്ച് രക്ഷ പ്രാപിക്കാമെന്നല്ല വേദപുസ്തകം പഠിപ്പിക്കുന്നത്. പിന്നെയോ നന്മ ചെയ്യുന്നത് ഒരാൾ അനുഭവിക്കുന്ന രക്ഷയുടെ പ്രതിഫലനമായിട്ടാണ്. ഈ നന്മ നിറഞ്ഞ ജീവിതം യേശുവിനോടുള്ള ബന്ധത്തിൽ നമുക്ക് ദൃഢമായി ലഭിക്കുന്നു. നമ്മെക്കൊണ്ട് ദൈവം ചെയ്യിക്കുന്ന സൽകൃത്യങ്ങൾ ദൈവബന്ധത്തിൽ വിനയത്തോടെ ദൈവസന്നിധിയിലുള്ള സ്തോത്രാർപ്പണമാക്കാൻ നമുക്ക് കഴിയണം.
സൃഷ്ടിച്ച് വീണ്ടെടുത്ത് സ്നേഹസ്വരൂപനായ തൻ്റെ പുത്രൻ്റെ രാജ്യത്തിൽ നമ്മെ ആക്കി വച്ച ദൈവത്തിന് നമുക്ക് നന്ദി പറയാൻ സാധിക്കണം. നമ്മുടെ പ്രാർത്ഥനകളെ വിശകലനം ചെയ്താൽ, നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ യേശുവിൻ്റെ നാമത്തിലാണോ? ഒടുവിൽ യേശുവിൻ്റെ നാമത്തിലുള്ള പ്രാർത്ഥനകൾ കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവഹിതപ്രകാരമല്ലാത്തതിനെ നിഷേധിക്കാൻ നമ്മൾ ദൈവത്തെ അനുവദിക്കണം. ധാർമ്മിക വിശുദ്ധിയുള്ള ജീവിതം, ദൈവം ചെയ്തു തന്ന ഉപകാരങ്ങൾക്കുള്ള സ്തോത്രവും നമ്മുടെ രക്ഷയുടെ പ്രായോഗിക ആവിഷ്കാരമാക്കാൻ നമുക്ക് സാധിക്കണം. പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് പ്രഭാതം ഞങ്ങൾക്ക് ദാനമായി നൽകിയതോർത്ത് സ്തോത്രം. അവിടുന്ന് തൻ്റെ ശിഷ്യർക്ക് നൽകിക്കൊടുത്ത വാഗ്ദത്തങ്ങൾ തലമുറ തലമുറയായി വിശ്വാസ പൈതൃകങ്ങളിൽ നിഴലിച്ച് നിൽക്കുന്നതോർത്ത് ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളെക്കുറിച്ചുള്ള അവിടുത്തെ ഉദ്ദേശം അങ്ങയുടെ വചനത്തിലൂടെ വ്യക്തമാക്കിയല്ലോ. കർത്താവിനോടുള്ള അനുസരണത്തിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. സ്നേഹത്തിൽ നിലനിൽപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ. ഇന്നിൻ്റെ നന്മ ഞങ്ങൾക്കെല്ലാവർക്കും അവിടുന്ന് നൽകണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവർ, വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർ, അങ്ങനെ കർത്താവ് ചെയ്ത നന്മകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന എല്ലാവർക്കായും സ്തോത്രം. പുതിയ ഒരു വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സാധ്യതകളെ കണ്ടെത്താൻ കർത്താവിനോടുള്ള നന്ദിയിൽ ജീവിപ്പാൻ എല്ലാവരെയും സഹായിക്കണമേ. യേശു മിശിഹാ മുഖാന്തരം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും നമ്മോടുകൂടെ എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.